ഹായ് ഓൾ, നമ്മളിന്ന് വന്നിരിക്കുന്ന OCLFൻ്റെ വെന്യൂവിലാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഓറഞ്ച് സിറ്റി നാഗ്പൂരിലെ നമ്മുടെ സിവിൽ ലൈൻ ഏരിയയിലാണ് ഇന്ന് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. 3 ദിവസത്തെ പ്രോഗ്രാമായിരുന്നു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഈ ആർട്ട് ഫെസ്റ്റിവലിൻ്റെ ചെറിയ ഗ്ലിംസ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നു. സാഹിത്യം അല്ലെങ്കിൽ കലാപരമായിട്ട് ഇപ്പോൾ വരയ്ക്കുക, ഇതിനോടൊക്കെ താല്പര്യമുള്ള ആളുകൾക്കും അത് കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കുമുള്ള ഒരു പൊതുവേദിയാണ് OCLF. 2019 ആദ്യമായിട്ട് ഇന്ത്യയിൽ നടത്തുകയും ഇന്ന് 2025 ഇവരുടെ 7th എഡിഷൻ എന്ന് പ്രാവർത്തികമാവുകയും ചെയ്യുകയാണ്. ഇത് സെൻട്രൽ ഇന്ത്യയിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കൾച്ചറൽ പ്രോഗ്രാം എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഇത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒന്നല്ല, ഒരു ഇൻ്റർനാഷണൽ പ്രോഗ്രാമാണ്. ഇന്ത്യയിൽ നിന്നും, അതായത് ഇന്ത്യക്ക് വെളിയിൽ നിന്നും ഒരുപാട് ആളുകൾ, സാഹിത്യകാരന്മാരായിക്കോട്ടെ, നമ്മുടെ കേരളത്തിൽ നിന്നുമൊക്കെ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ കൾച്ചറൽ പ്രോഗ്രാമാണ് OCLF. OCLFൻ്റെ പുതിയ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഭയങ്കര തിരക്കിലാണ്. OCLFൻ്റെ 3rd ഡേ അല്ലെങ്കിൽ ലാസ്റ്റ് ഡേ ആണെന്ന്. പിള്ളേരുടെ പ്രോഗ്രാംസ് ഒരു സൈഡിൽ നടപ്പുണ്ട്. എൻ്റെ പുറകിൽ നിങ്ങൾ കാണുന്നത് കൾച്ചറൽ പ്രോഗ്രാംസിനുള്ള ഒരുക്കങ്ങളാണ്. OCLF ഈസ് മോർ ദാൻ യു ഇമാജിൻ. ഒരു 3 ദിവസം നീണ്ടുനിന്ന സാംസ്കാരിക കലാ ഫെസ്റ്റിവലാണ് OCLF എന്ന് പറയുന്നത്. ഇതിൽ പങ്കെടുക്കുന്ന സാഹിത്യകാരന്മാരിലും കലാകാരന്മാരിലും നമ്മുടെ മലയാളികളും ഉണ്ട് എന്നുള്ളതാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. എന്താ രസമായിട്ടാണ് അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. വായന ഒരു ശീലമല്ല, ഒരു നോട്ടം, ഒരു യാത്ര, ഒരു വിജയമാണ്. OCLFൻ്റെ മെയിൻ ലക്ഷ്യങ്ങളിലൊന്ന് വായനയെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് തന്നെ വിചാരിക്കുന്നു. വീണ്ടും ഇതുപോലെയുള്ള നാഗ്പൂർ കാഴ്ചകളും മറ്റ് സംസ്ഥാനങ്ങളിലെ ഇതുപോലെയുള്ള അറിവ് സംബന്ധിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിവ് പങ്കിട്ട് നൽകുന്ന മറ്റ് കാഴ്ചകളിലുമായിട്ട് ഞാൻ ഈ വീഡിയോസ് ഉൾപ്പെടുത്തുന്നതായിരിക്കും. മറ്റു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.